കരുനാഗപ്പള്ളി CPM പൊട്ടിത്തെറിയിൽ സംസ്ഥാന നേതൃത്വം ഇടപെടും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് കൊല്ലത്തെത്തും. ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി അടിയന്തര യോഗങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്യും. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, കരുനാഗപ്പള്ളിയിലാണ് കഴിഞ്ഞ ദിവസം, അതായത് വനിതാ പ്രവർത്തകരടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. അതായത് സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവർ വീണ്ടും സംഘടനാ തലത്തിൽ ചുമതലയുള്ളവരായി മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. അപ്പോൾ അവർ നേരിട്ട് സാധാരണ ദേവിക ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മളിപ്പോൾ കോൺഗ്രസിൽ കാണുന്നത് പോലെ അങ്ങനെ പരസ്യമായ ഒരു പ്രതിഷേധം CPMൽ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ അത് പ്രകടമായി നമ്മൾ കാണുന്നു. മാത്രമല്ല വിനോദ്, ഈ വനിതാ നേതാക്കളുടെ അല്ലെങ്കിൽ വനിതാ പ്രവർത്തകരുടെ ആരോപണം നമുക്ക് ചെറുതായി എടുത്ത് കളയാൻ സാധിക്കില്ല. കാരണം അവർ പറയുന്നത് പാർട്ടിയിലുള്ള നേതാക്കൾ എല്ലാവരും അത്ര നല്ലവരൊന്നുമല്ല എന്നുള്ള ഒരു പ്രസ്താവനയിലേക്ക് പലരും കടന്നിട്ടുണ്ട്. കാരണം സ്ത്രീകളോട് അത്രത്തോളം മോശമായി പെരുമാറുന്ന നേതാക്കൾ ഇതിനുള്ളിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഇപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം സംസ്ഥാന നേതൃത്വം ഇതിൽ ഇടപെടും, MV ഗോവിന്ദൻ അടക്കം ഇന്ന് കൊല്ലത്തെത്തുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലെ അവിടുത്തെ സാഹചര്യം എന്താണ്? ദേവിക, കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് CPM പ്രവർത്തകർ തന്നെ പ്രതിഷേധവുമായി എത്തിയത് CPMനെ സംബന്ധിച്ച് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്ന കുലശേഖരപുരത്തും ആലപ്പാടും ഒക്കെ നടന്ന ഈ ലോക്കൽ സമ്മേളനങ്ങളിൽ കയ്യാങ്കളി ഉണ്ടായി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ വരെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ പൂട്ടിയിടുന്ന സാഹചര്യമുണ്ടായി. മണിക്കൂറുകളോളം ഈ സമ്മേളനം നടക്കുന്ന ഹാളിനകത്ത് ഈ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിട്ടു. അതിനു പിന്നാലെ തന്നെയാണ് പരസ്യമായി പ്രതിഷേധിക്കാൻ ഈ പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങിയത്. കൃത്യമായും അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് നിരവധി പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് അടക്കം നൽകിയിരുന്നു, ഇത്തരത്തിലുള്ള നേതാക്കളെ മുൻനിരയിലേക്ക് കൊണ്ടുവരരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്നാൽ അതൊന്നും തന്നെ പരിഗണിച്ചില്ല എന്നുള്ളതാണ്. സാമ്പത്തിക ആരോപണം, അതോടൊപ്പം തന്നെ ലൈംഗിക അതിക്രമം തുടങ്ങിയ പരാതികളാണ് ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു വന്നത്. പക്ഷേ അതൊന്നും ഈ പാർട്ടി നേതൃത്വം പരിഗണിച്ചില്ല. ഇത്തരത്തിലുള്ള സാധാരണ പ്രവർത്തകരെ അല്ലെങ്കിൽ വനിതകളായിട്ടുള്ള പ്രവർത്തകരെയൊക്കെ അവഗണിക്കുന്ന സമീപനമാണ് പാർട്ടി തീരുമാനിച്ചത് എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ തരത്തിലൊരു പ്രതിഷേധവുമായി ഈ പ്രവർത്തകർ മുന്നോട്ട് വന്നു. തുടർന്നാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൊല്ലത്തേക്ക് എത്തുന്നത്. അടിയന്തരമായി യോഗം വിളിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഇന്ന് ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം, അതിനുശേഷം ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗം, എല്ലാ കാര്യങ്ങളും ഈ കരുനാഗപ്പള്ളിയിലെ വിഷയമടക്കം ചർച്ച ചെയ്യുമെന്നുള്ളതാണ്. ഇതിൽ തന്നെ സംസ്ഥാന സമ്മേളനം വരാനിരിക്കുകയാണ്. കൊല്ലത്ത് വെച്ചാണ് CPMന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് പോകുവാൻ പാർട്ടി തയ്യാറാവില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ, തെരുവിൽ തന്നെ പ്രതിഷേധം നടന്ന സാഹചര്യത്തിൽ തീർച്ചയായും പാർട്ടിക്ക് ഇടപെടേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഇടപെട്ടില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നത് തന്നെയാണ്. ഇന്നെന്തായാലും MV ഗോവിന്ദൻ എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഇന്ന് ചർച്ചകളൊക്കെ നടക്കുക. എന്തായാലും ഇത്തരത്തിൽ ഈ പ്രതിഷേധം നടത്തിയ പ്രവർത്തകരോട് ഉൾപ്പെടെ ചർച്ച ചെയ്യാനുള്ള തീരുമാനമുണ്ടാകുമോ എന്നുള്ളത് നോക്കിക്കാണണം. കാരണം ഇന്ന് നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഈ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ അടക്കം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യും. അതിനുശേഷമാകും ഇതിലൊരു നടപടിയിലേക്ക് നീങ്ങുക. എന്തായാലും ഈ പ്രതിഷേധം നടത്തിയ പ്രവർത്തകർക്കെതിരെ നടപടി എടുക്കുമോ എന്നതാണ് നോക്കി കാണേണ്ടത്. കാരണം ഇത്തരത്തിലൊരു പരസ്യമായി പ്രതിഷേധം കൊല്ലത്താണ് നടക്കുന്നത്. ആ ജില്ലയിൽ തന്നെയാണ് വനിതാ പ്രവർത്തകർ CPMന്റെ നേതൃത്വത്തിൽ വരുന്നവർക്കെതിരെയുള്ള ആക്ഷേപം അത് ശക്തമായി, അതിനെതിരെയുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്.